നമ്മുടെ ലഹരിക്കെതിരായിട്ടുള്ള സർക്കാരിൻ്റെ തൂഫാനത്തെ നാർക്കോ ഹണ്ട് പദ്ധതി നന്നായിട്ട് പോവുകയാണ്. ഇതിന് പിന്തുണ തേടി അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് സംസ്ഥാന മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. ലഹരി വ്യാപനത്തിനെതിരായ പോരാട്ടത്തിൽ അവരുടെ സഹകരണം തേടി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്കാണ് അദ്ദേഹം ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇതിൽ തെലങ്കാന മുഖ്യമന്ത്രിയുടെ പേര് കാണുന്നില്ല, അദ്ദേഹത്തിന് കത്തയച്ചിട്ടില്ല എന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ അറിയിപ്പിൽ തെലങ്കാനയുടെ പേരില്ല. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു എന്നുള്ളതാണ് ഈ പറയുന്നത്. അതിൽ തന്നെ കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എന്ന നിലയ്ക്കാണ് ഈ സംസ്ഥാനങ്ങളെ പരിഗണിച്ചത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ മയക്കുമരുന്ന് ശൃംഖലയുടെ അടിവേരിറക്കാൻ നടത്തുന്ന ശ്രമങ്ങളെപ്പറ്റി വിവരിച്ചുകൊണ്ടാണ് കത്ത്. മാത്രമല്ല, ഇത്തരം മയക്കുമരുന്ന് ശൃംഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഈ അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണം കൂടി വേണം. അതിന്റെ അടിവേരിറക്കാനുള്ള സംയുക്ത പ്രവർത്തനത്തിൽ പങ്കാളിയാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയ അന്തർ സംസ്ഥാന ബന്ധമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് തത്സമയ വിവര കൈമാറ്റം, സംയുക്ത ഓപ്പറേഷനുകൾ, ഏകോപിത ആസൂത്രണം എന്നിവ അനിവാര്യമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സഹകരണം തേടിക്കൊണ്ടാണ് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണം തേടുമെന്ന കാര്യം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിമാർക്ക് സംസ്ഥാന മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തെഴുതിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.